24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ബാർക്കോഴ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ബാർ ഉടമകൾ പണം പിരിച്ചത് ബാർക്കോഴയ്ക്ക് എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ് കെ 2 ദിവസം നീണ്ട ഈ പുതിയ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ബാർക്കോഴയിൽ കേസെടുക്കാനാവില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത്, ഇന്നലെ ഈ ശബ്ദരേഖ ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട ബാറുടമ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തി, ആ വാട്സപ്പ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. കൂടാതെ ഈ ശബ്ദരേഖയിൽ പറയുന്ന ഹോട്ടലുടമയുടെയും മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴികളിലൊന്നും ബാർക്കോഴ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബാർക്കോഴയാണ് നടന്നതെന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികളില്ല. ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടില്ലെന്ന ഇടുക്കിയിലെ ബാറുടമകൾ മൊഴി നൽകിയിട്ടുണ്ട്. പണപ്പിരിവ് കെട്ടിടം വാങ്ങാൻ വേണ്ടിയായിരുന്നു, സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് അവരുടെ ആസ്ഥാന മന്ദിരം വാങ്ങാൻ വേണ്ടിയായിരുന്നു എന്നുള്ള മൊഴികളാണ് ലഭിച്ചത്. കൂടാതെ അനിമോനും സമാനമായ രീതിയിൽ പിന്നീട് മൊഴി മാറ്റി. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലത്തെ മൊഴികൾ വെച്ചുകൊണ്ട് കേസെടുക്കാനാവില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം ഈ ശബ്ദരേഖ ചോർത്തി പുറത്തു നൽകിയതിലടക്കം ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ, അതല്ലെങ്കിൽ സർക്കാരിന്റെ മദ്യനയത്തെ അടക്കം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ അതല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്താനോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തും. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമായിരിക്കും ഇനി ഈ കാര്യത്തിൽ കേസെടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോവുക. എസ് കെ, ഈ ബാർ ഉടമകളോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ ഷെഫീദ്? എസ് കെ, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ അവരുടെ പ്രസിഡന്റ്, അതേപോലെ തന്നെ ഇടുക്കിയിലെ മറ്റ് ബാറുടമകൾ അനിമോനുമായി വാട്സ്ആപ്പ് മെസ്സേജിലടക്കം നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ മദ്യനയം അനുകൂലമാക്കാൻ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പകരം ഇതുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന്റെ പണപ്പിരിവ് എന്ന രീതിയിലാണ് അവരുടെ ഒരു ഭാഷ്യം പറയുന്നത്. പക്ഷെ അപ്പോഴും സംശയം നിലനിൽക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് അനിമോൻ മദ്യനയത്തിന്റെ പേര് പറഞ്ഞ് ഈ മദ്യനയം അനുകൂലമാക്കാൻ എന്ന രീതിയിൽ തന്നെ ശബ്ദ സന്ദേശം അയച്ചത്? രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ആ ശബ്ദ സന്ദേശം ബാറുടമകളുടെ സംഘടനയിൽ തന്നെ ഉള്ള ആളുകൾ പുറത്തേക്ക് ചോർത്തി നൽകിയത്? ഇനി മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഈ ശബ്ദ സന്ദേശം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശബ്ദ സന്ദേശം അതിന് തൊട്ടടുത്ത പ്രതികരണത്തിൽ തന്നെ അപ്പാടെ ഈ കഥ മാറ്റുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം ഉണ്ടായി. അപ്പോഴും സംശയം നിലനിൽക്കുന്നത് 2.5 ലക്ഷം രൂപയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നൽകാൻ, അത് പണപ്പിരിവിന് അനിമോൻ നിർദ്ദേശിച്ചത്. പക്ഷേ 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കെട്ടിടം വാങ്ങാനായി സംഭാവനയായി നൽകേണ്ടത്. അതിന്റെ പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പിരിച്ചതിന്റെ കണക്കടക്കമുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്കിംഗ് ആയി നൽകിയിരുന്നു. സ്വാഭാവികമായും അതടക്കമുള്ള സംശയങ്ങൾ തുടരുകയാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അവർക്ക് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതേസമയം ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയും ചെയ്യും. എസ് കെ, ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മനീഷ് മഹിബാൽ ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് അറിയിക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.